വിദേശ മണ്ണിൽ ഭാരതത്തെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നടപടികളെയും അപകീർത്തിപ്പെടുത്തിയുള്ള പ്രസ്താവനയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ജിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, ഇത് ആവർത്തിക്കപ്പെടുന്ന സംഭവമാണ്, ആദ്യത്തെ സംഭവമല്ല. രാഹുൽ പല സമയങ്ങളിലും വിദേശത്ത് എത്തി ഭാരതത്തെ അവഹേളിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞു വെച്ചത്? ദേവിക, അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്നിട്ടുള്ള പരിപാടിയിലാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് നടപടികളെയും വിമർശിക്കുകയും അതിനെ അപമാനിക്കുകയും ചെയ്യുന്ന പ്രസ്താവന പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് വിദേശ രാജ്യത്ത് പോയി, ഭാരതത്തിന് പുറത്തുപോയി ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെയും അതിന്റെ നടപടിക്രമങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന രാഹുൽ നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്നാണ്, ഒപ്പം തെരഞ്ഞെടുപ്പ് നടപടികളിൽ സുതാര്യതയില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും അപമാനിക്കുന്ന പ്രസ്താവനകളുമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ജനാധിപത്യ രീതിയിൽ ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന രാഷ്ട്രമെന്ന് മറ്റു രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ വിലയിരുത്തുകയും ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും നടപടികളും പഠിക്കുന്നതിനു വേണ്ടി വിവിധ വിദേശ രാജ്യങ്ങൾ പ്രതിനിധി സംഘത്തെ ഭാരതത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്ന പ്രസ്താവന. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് നടപടികളിൽ സുതാര്യതയില്ല തുടങ്ങിയിട്ടുള്ള പ്രസ്താവന രാഹുൽ നടത്തിയിട്ടുള്ളത്. ഇതിന് കേന്ദ്രമന്ത്രി സുഖംത മജുംദാർ കൃത്യമായ മറുപടി നിലവിൽ നടത്തിയിട്ടുണ്ട്. ഒന്ന്, അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളുമായി രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സുഖംത മജുംദാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിയും വിജയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മെഷീനും ശരിയാകാനും പരാജയപ്പെടുമ്പോൾ അത് തെറ്റാണെന്ന് ചിത്രീകരിക്കാൻ രാജ്യത്ത് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രണ്ട് തരത്തിലുള്ള വോട്ടിംഗ് മെഷീനോ നിലവിലില്ല. ഒരേ സിസ്റ്റമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അവിടെ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിജയിക്കുമ്പോൾ, ജാർഖണ്ഡിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം വിജയം നേടുമ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയില്ല. പക്ഷേ പരാജയപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുന്നത് ശരിയല്ല എന്നും അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളിലൂടെ രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ അവസാനിപ്പിക്കണം എന്നുള്ളതുമാണ് കേന്ദ്രമന്ത്രി സുഖംത മജുംദാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇതാദ്യമായല്ല ഇത്തരത്തിൽ രാജ്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ, രാജ്യത്തിന് പുറത്തു പോയിക്കൊണ്ട് ഭാരതത്തെ, ഇന്ത്യയെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ തുടർച്ചയായി അദ്ദേഹത്തിന്റെ വിദേശ പരിപാടികളിലെല്ലാം തന്നെ നടത്തുകയാണ്. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിലാണ് അമേരിക്കയിൽ തന്നെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ രാഹുൽ പ്രതികരിച്ചത്. ഭാരതം ഉൽപാദന രംഗത്തും സാമ്പത്തിക മേഖലയിലും പാടെ തകർച്ച നേരിടുകയാണ്. ചൈനയും മറ്റു രാജ്യങ്ങളുമെല്ലാം വൻ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ഭാരതം ഉൽപാദന മേഖലയിലും സാമ്പത്തിക മേഖലയിലും തകർന്നടിയുന്നു എന്ന പ്രസ്താവന രാഹുൽ നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷം പരിശോധിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സാമ്പത്തിക കുതിപ്പ് നടത്തുന്ന ഒരു രാജ്യം, അടുത്ത വർഷങ്ങളിലേക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമെന്ന് മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും അത്തരത്തിലുള്ള വളർച്ച രാജ്യത്തിന് സാമ്പത്തിക മേഖല കൈവരിക്കുകയും അത്തരം വസ്തുതകളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ഉൽപാദന മേഖലയിലും സാമ്പത്തിക മേഖലയിലും രാജ്യം തകർന്നടിയുന്നു എന്ന പ്രസ്താവന ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ നടത്തിയിരുന്നു. അതിനു മുൻപ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ, ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ, അതിനെയെല്ലാം തുടർച്ചയായി വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നിന്നുകൊണ്ട് അപമാനിക്കുന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് അമേരിക്കയിൽ ബോസ്റ്റൺ നടന്നിട്ടുള്ള പരിപാടിയിൽ ഇത്തരത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് നടപടികളെയും അപമാനിച്ചുകൊണ്ട് രാഹുൽ നടത്തിയത്. ദേവിക, ശരി. അമേരിക്കയിലെ ബോസ്റ്റണിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നടപടികളെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നായിരുന്നു പരാമർശം. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്.